ഇതിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് 2 പേരാണ്. പരിസ്ഥിതി കവി കൂടിയായ ജയറാം വാഴൂരും അതുപോലെ തന്നെ ആതുരാലയത്തോടുകൂടി സാഹിത്യത്തെ ചേർത്ത് പിടിക്കുന്ന പി സജീവ് കുമാർ 2 പേരാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. 2 പേരെയും ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് ശ്രീലശ്രീ മാഡം ടീച്ചറാണ്. ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈ സദസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തതിനു ശേഷം ഞാൻ നിർത്തുന്നു. കാവ്യസമീക്ഷ 3 അധ്യക്ഷത നിർവഹിക്കുന്നതിനായി ശ്രീമതി ദീപ്നാദാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാന്നിധ്യം കൊണ്ട് സദസ്സിനെയും വേദിയെയും ഒരുപോലെ ധന്യമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട കാവ്യ സൗഹാർദ്ദങ്ങൾക്ക് നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സച്ചിദാനന്ദം മാഷിൻ്റെ ഈ ഒരു സച്ചിദാനന്ദം പരിപാടി ഇന്നലെ തുടങ്ങിയതല്ല. ഇത് കുറേ നാളുകൾക്ക് മുന്നേ കാവ്യശികയിൽ നിന്നും ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു പഠനമല്ല. ഞങ്ങൾ സച്ചിമാഷെ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട് ആഗ്രഹിച്ച ഒരു വലിയൊരു സ്വപ്നമാണിത്. ആ സ്വപ്നത്തിൻ്റെ പീക്ക് പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൽ നമ്മുടെ കൃഷ്ണവാര്യർ ടീമിൻ്റെ ഒരു 2 പ്രബന്ധങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനു മുന്നേ ഞാനൊരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നലെ എഴുതിയ 4 വരികൾ ഇവിടെ വായിക്കുകയാണ്. അവൻ സ്നേഹിച്ചവർ മറ്റാരെയോ സ്നേഹിച്ചു, അവനെ സ്നേഹിച്ചവരോ അവൻ്റെ സ്നേഹം കിട്ടാതെ മരിച്ചു. സച്ചിദാനന്ദൻ എന്ന പേരിൽ കവി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നലെ തന്ന വരികളാണിത്. ഏറ്റവും മനോഹരമായ വരികൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാള കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു മനുഷ്യനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപാട് കവിതകൾ പിറക്കില്ലായിരുന്നു, ഒരുപാട് മനുഷ്യത്വമുള്ള കവികൾ പിറക്കില്ലായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. മലയാള കവിതയിൽ ജീവിക്കുന്ന ഏതൊരാളുടെയും തൊട്ടു മുന്നിൽ എല്ലായ്പ്പോഴും സംവാദങ്ങൾക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു കവിയാണ് സച്ചിദാനന്ദ മാഷ്. അപ്പോൾ ഈ സച്ചിദാനന്ദ മാഷിൻ്റെ പ്രബന്ധങ്ങൾ വളരെ ഗഹനമായി പഠിച്ച് തയ്യാറാക്കിയവരാണ് ഇപ്പോൾ ഇവിടെ ഓരോ കാവ്യ സമീക്ഷയിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ശേഷമുള്ള ഇനിയുള്ള തലമുറകളും പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു മഹാകവിയായിട്ട് തന്നെ നമ്മുടെ സച്ചിമാഷ് വാനോളം ഉയർത്തിക്കൊണ്ട് ഞാൻ ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നവരുടെ പേരുകൾ പറയാം. ആദ്യത്തെ പ്രബന്ധം ജയറാം വാഴൂർ മാഷാണ്. കവിയാണ്, എഴുത്തുകാരനാണ്. സച്ചിദാനന്ദ കവിതയിലെ ഹരിത ദർശനം എന്ന പേരിലാണ് ഉള്ള ഒരു പഠനമാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത്തത് ഡോക്ടർ പി സജീവ് കുമാർ, കവിയാണ്, എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദൻ്റെ കവിതയിലെ മൂല്യ പരികൽപ്പന എന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള പഠനമാണ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ജയറാം വാഴൂർ മാഷിനെ പ്രബന്ധം അവതരിപ്പിക്കുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് തന്നെ വാച്ച് നോക്കിയതാണ്. കാരണം നമ്മുടെ അടുത്ത പരിപാടിയായ കാവ്യാലാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കവികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഒരു വിലങ്ങ് തടി പോലെ നിന്ന്. എങ്കിലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കാവ്യശിഖ ഏകദേശം 200ഓളം ആളുകൾ സച്ചിദാനന്ദ മാഷിൻ്റെ സമഗ്രമായ പഠനം, ഇതുവരെയുള്ള എല്ലാ സമാഹാരങ്ങളുടെയും പഠനം നടത്തിയത്, അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തീരാ നഷ്ടമായിരിക്കുമെന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെഷൻ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. കാരണം എനിക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് തന്ന വിഷയം സച്ചിദാനന്ദ കവിതയിലെ ഹരിത അവബോധമെന്നാണ്. ഒരു വലിയ സമുദ്രം പോലെ, സമുദ്രവുവിൻ്റെ വിഷയമാണ്. ഒരു വലിയ സമുദ്രത്തിനേക്കാൾ വലിയ
വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് 10 മിനിറ്റിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളം കയ്യിൽ വെള്ളം കോരിയെടുക്കുന്നത് പോലെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് തന്നെ സച്ചിദാനന്ദ മാഷിയുടെ ഒരു ചെറിയ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം. നിന്റെ ഇലകൾ, ഞാൻ നിന്റെ ഇലകൾ എണ്ണി നോക്കിയില്ല, നിന്റെ ഇതളുകളുടെ നിറവും ആകൃതിയും എനിക്കറിയേണ്ട, വെറുതെ എന്നിൽ പടരൂ, നിന്റെ സൗരഭ്യം കൊണ്ട് എന്നെ നിറയ്ക്കൂ. വസന്തത്തിനു വേണ്ടി ഓരോ കല്ലിനോടും പൊരുതിയ, അടിവരയിട്ട് പറയാം, വസന്തത്തിനു വേണ്ടിയിട്ട് ഓരോ കല്ലിനോടും പൊരുതിയ ഞാനെന്ന പാഴ്ത്തടി കൂടി മുകുളങ്ങളെ സ്വപ്നം കാണട്ടെ. എത്ര മഹത്തായ വരികളാണ്. കാരണം അതിജീവനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ഒരു സ്വപ്നം പൂവടിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ ചിന്തയിലേക്ക് തുറന്നു വിടുന്ന വരികളാണ് ഈ കൃതികൾ. പിന്നീട് അദ്ദേഹം വൃക്ഷം വായിക്കൽ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ സത്യാനന്ദ കവിതയിൽ ഏറ്റവും കടന്നു വരുന്നത് വൃക്ഷങ്ങളാണ്. ഒരുപാട് ഇവിടെ പരാമർശിക്കപ്പെട്ട ബോധി വൃക്ഷം തന്നെ അല്ലേ, ആൽമരം. ഒരു രാജകുമാരൻ വീട് വിട്ടിറങ്ങി ചെല്ലുമ്പോൾ ഒരു ആൽമരത്തിന്റെ ചുവട്ടിലെത്തിയാൽ അതിന്റെ കൊമ്പുകളിൽ ഒരു അമ്പ് കാത്തു വെക്കണമെന്ന് പറഞ്ഞ കവിയാണ് അല്ലേ. ആൽമരം ഒരുപാട് കവിതകളിൽ ബിംബമായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു കവി കൂടിയാണ് സച്ചിദാനന്ദ മാഷ്. അതുകൊണ്ട് മരങ്ങൾ ഇല്ലാതെ ഒരു കവിതയും അദ്ദേഹം, ഒരു കവിതയല്ല, പല 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 കവിതകൾ. പിന്നെ സച്ചിദാനന്ദ മാഷ് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഈ അവബോധം പറയാൻ വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ഞാനും ഒരു പ്രകൃതിയെ പറ്റി എഴുതുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. എൻ്റെ പുതുമൊഴി പച്ച എന്നൊരു സമാഹാരം തന്നെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ പ്രശ്നം, ഞങ്ങളിവിടെ ഇരിക്കുന്ന ഒരു കാവശ്യക്കാരുടെ പ്രശ്നം എന്തെഴുതുമെന്നുള്ളതാണ്. കാരണം സത്യാനന്ദ മാഷ് സമഗ്രമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതാത്ത വിഷയമില്ല, വരികളില്ല, ബിംബങ്ങളില്ല എന്നുള്ളത് കൊണ്ട് വലിയ ഒരു സർഗ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൃക്ഷം വായിക്കൽ എന്നുള്ള കവിത ഞാനിവിടെ അവതരിപ്പിക്കാം. ഓരോ വൃക്ഷവും ഓരോ നോവലാണ്, ചെറുകഥയല്ല, നോവലാണ്. കൊമ്പും ചില്ലകളും ഖണ്ഡികകളുമുള്ള ഓരോ അധ്യായം, കൊമ്പും ചില്ലകളും ഖണ്ഡികകളുമുള്ള അധ്യായം നോവലിലെ അധ്യായമാണ്. ഇലകളുടെ താളുകളാണ്, ഇലകൾ അതിൻ്റെ താളുകളാണ്, ആ നോവലിൻ്റെ താളുകളാണ് ഇലകൾ. വൃക്ഷത്തിനടിയിലും കൊമ്പിലും തടിയിലും ഇലകളിലും, അവിടെയാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. വൃക്ഷത്തിൻ്റെ മുകളിൽ കൊമ്പിലുണ്ടാവും നമ്മൾ വിചാരിക്കും അല്ലേ, അത് മാത്രമല്ല അടിയിലുണ്ട് അല്ലേ, സൂക്ഷ്മജീവികളുണ്ട്, ഒരുപാട് പേര് അടിയിലുണ്ട്. വൃക്ഷത്തിൻ്റെ അടിയിലും പിന്നെ തടിയിലുണ്ടോ? തീർച്ചയായിട്ടും തടിയിലും ഒരുപാട് ജീവികളുണ്ട്. പിന്നെ ഇലയിലുമുണ്ട്, ഇലയിലും എത്രയോ ജീവികൾ ഓരോ വൃക്ഷത്തിലുമുണ്ട്. അവരാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ എന്നാണ് കവി പറയുന്നത്. അത് ഒരു വൃക്ഷത്തെ മുഴുവൻ വായിച്ചു തീർക്കാൻ ഒരു ജന്മം മുഴുവനും എടുക്കുമെന്നാണ് സത്യാനന്ദ മാഷ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ വായിച്ചു തീർക്കാൻ കഴിയില്ല, പക്ഷേ അത് മറ്റാരെങ്കിലും അത് പൂർണ്ണമാക്കും എന്നാണ് മാഷ് പറയുന്നത്. അപ്പോൾ ഹരിതാവബോധത്തെ പറ്റിയിട്ട് പറയുമ്പോൾ എന്തിനാണ് ഹരിതാവബോധം കവികൾ ഏറ്റെടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സുഗത ടീച്ചറൊക്കെ അത് പണ്ടേ ഏറ്റെടുത്തിട്ടുള്ളതാണ് നമുക്കറിയാം. അത് പ്രസ്ഥാനമാക്കി വളർത്തിയ കവികളാണ് സുഗത ടീച്ചറൊക്കെ അല്ലേ. അപ്പോൾ ഹരിതാവബോധം നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ ആവാസ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെന്ന് മാത്രം അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശക്തമായിട്ട് തന്നെ സത്യാനന്ദ മാഷ് ആ വിഷയം നിങ്ങളിലേക്ക് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഹരിതാവബോധം വെറും ഒരു കളിയല്ല, ഒരു കവിതയ്ക്ക് വിഷയമാക്കുന്നത് ഒരു സൂചകമായിട്ടാണ്. അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പിനുള്ള ആവശ്യകതയിലേക്ക് വിതൽച്ചുകൊണ്ടെന്ന് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ ഭൂമി നിലനിൽക്കും, അത് എങ്ങനെ പ്രകൃതി നിലനിൽക്കും എന്ന് പറയുന്ന കാരണം ഒരു പുഴുവിനെയും പുല്ലിനെയും പറവയെയും ഒക്കെ എന്നെപ്പോലുള്ള കൊച്ച് പറക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലും ചേർത്ത് പിടിക്കുന്ന, എന്നെയും നിങ്ങളെയും പോലെ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് വന്ന് പറഞ്ഞാലും അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന, വളർത്തിക്കൊണ്ടുവരുന്ന എന്നെപ്പോലുള്ള ഒരു ചെറിയ കവിയുടെ ഒരു കവിതാ സമാഹാരം മാഷ് നേരിട്ട് വന്നിട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രകാശനം ചെയ്യുകയുണ്ടായെന്ന് പറയുമ്പോൾ, അപ്പോൾ അദ്ദേഹത്തിന് പ്രകൃതിയിലെ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. ഹരിതാവബോധത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ മൺമറഞ്ഞു പോയ കുലപതികളായ സത്യാനന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കവിതയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സാരാംശം കടന്നു പോയിട്ടുള്ള കവികളിൽ നിന്ന്, പ്രത്യേകിച്ച് വൈലോപ്പിള്ളി ശ്രീനന്ദന് പറഞ്ഞൂടെ,
ഇവനെ കൂടി എഴുതിയ കവിതയാണ് സച്ചിദാനന്ദ മാഷ്. അപ്പോൾ വൈലോപ്പിള്ളി പോലുള്ള കവിതകളിൽ നിന്നും, നമ്മുടെ വൈലോപ്പിള്ളി മാത്രമല്ല, പി കുഞ്ഞിരാമൻ നായരും ഇടശ്ശേരിയും ഒക്കെയുള്ള കവിതകളിൽ നിന്ന്, അതോടൊപ്പം തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹരിത കവിതകൾ എഴുതിയ സുഗതകുമാരി ടീച്ചർ, ONV കുറുപ്പ്, തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത കവികളാണ്. അപ്പോൾ അവരുടെയൊക്കെ പിന്മുറക്കാരനായിട്ട് വന്ന കവിയാണ്, തൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്. കാരണം സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഒരു കാറ്റ് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, അല്ലേ? മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്ന് ഒടിയാ ചിറക് ചെറുതിളക്കി നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടുന്നിതാ ഇടറുമീ ഗാനമൊന്നേറ്റുപാടാൻ കൂടണിയാണ് കൂട്ടിന് കിളികളില്ല എന്നാണ് സുഗതകുമാരി ടീച്ചർ വളരെ വളരെ ദുഃഖത്തോടു കൂടി പറയുന്നത്. അതോടൊപ്പം തന്നെ ഭൂമിക്ക് ഒരു ചരമഗീതം പാടിയ കവിയാണ് നമ്മുടെ മൺമറഞ്ഞു പോയ ONV കുറുപ്പ്. അദ്ദേഹം ഒരു വലിയ ഗാനരചയിതാവ് കൂടിയായിരുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്റെ ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്ന് എഴുതിയ കവിയാണ്. കാരണം ഇത് എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലെന്നോ കുറിച്ച ഗീതം, ഉയരറ്റ നിൻമുഖത്ത് അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്ന് വിലപിക്കാൻ ഇവിടെ അവശേഷിക്കില്ല ഞാനും. ഈ ഞാനും, അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്, ഈ ഞാനെന്ന ഭാവം. അതാണ് നമ്മുടെ പലരുടെയും ഏറ്റവും വലിയ കുഴപ്പം, അല്ലേ? ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത്. അത് ഒരു പരിധിവരെ തീർക്കാനായിട്ട് ഒരു കുഞ്ഞനാണ് വന്നിരുന്നു, അല്ലേ? അപ്പോൾ മനസ്സിലായി ഞാനൊന്നുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളെല്ലാം ഒരു അവനവൻ തുരുത്തിലേക്ക് തള്ളിയിടാനായിട്ട് ഒരു ചെറിയ അണുവിന് കഴിഞ്ഞുവെങ്കിൽ ആ കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഈ ഞാനും. കാരണം ഈ ഭൂമി അവശേഷിച്ചു കഴിഞ്ഞാൽ ഈ ഞാനും നിങ്ങളും, അല്ലേ, ആരും ഉണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ONV കുറിപ്പ്. അപ്പോൾ ഈ മുഖത്ത് അശ്രു ബിന്ദുക്കളാൽ ഉദകം ക്രിയ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വൈലോപ്പിള്ളി മരിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു ചരമഗീതമായിട്ട്, ഒരു സ്മൃതിഗീതമായിട്ട് അദ്ദേഹം എഴുതിയ വരികൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഇവനെ കൂടി, അല്ലേ, ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുന്നത് എന്താണ്? നമുക്കെല്ലാവരെയും വൈലോപ്പിള്ളി ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള കവിയായിരുന്നു വൈലോപ്പിള്ളി. കാരണം തൃശ്ശൂർക്കാരനാണ് അദ്ദേഹവും. വൈലോപ്പിള്ളിയും ഞാനും ഒക്കെ, നിങ്ങളൊക്കെ നമ്മുടെ വിദ്യാധരൻ മാഷ് പറഞ്ഞവിടെ തൃശ്ശൂരിൻ്റെ അഭിമാനമാണ് നമ്മളൊക്കെ എന്ന് പറയാൻ, അല്ലേ? അതിന് ഏറ്റവും പറ്റിയ കവികളാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷും വൈലോപ്പിള്ളിയും സച്ചിദാനന്ദ മാഷും ഒക്കെ. അപ്പം ഇവനെ ഞങ്ങൾക്ക് ഓണപ്പാട്ടിന് ചോടായി, കന്നിവയലിൽ നെല്ലിൻ പാലായി, വീര്യമായി തെക്കൻ പാട്ടിൽ ഇവനെ നിറച്ചു തേൻ പാതിരാപ്പൂവിൽ, കാക്കച്ചിറകിൽ സൂര്യോത്സവം, ശൈശവം ഇളനീരിൽ. എല്ലാം ഉണ്ടായില്ല, അല്ലേ? കാക്കപ്പൂവിൻ്റെ ഇളനീരുണ്ട്. അതിൽ പ്രകൃതി ഇല്ലാത്ത ഒന്നുമില്ല. സത്യാനന്ദ മാഷ് എന്തു പറഞ്ഞാലും അതിൽ പ്രകൃതിയും എല്ലാം ഉണ്ട്. അറിവിൽ പച്ച, കാക്കപ്പൂവിൽ ആതിരചന്ദ്രൻ, മുറിവിൽ മൂർച്ച, മുളങ്കാടിന് കുറുങ്കുഴൽ. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പൂരബന്ധം, അല്ലേ? നമ്മളെല്ലാം പൂരത്തിന് പോയിട്ടുണ്ട്. കുറുങ്കുഴൽ എന്ന് പറഞ്ഞാൽ പൂരത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാദ്യോപകരണമാണ് കുറുങ്കുഴൽ. ഇവനെ കൂടി സ്വീകരിക്കുക, കപിലതൻ മരുതും ഇലഞ്ഞിയും നനച്ചരൻ തായ് നദി എന്നാണ് മാഷ് പറയുന്നത്, അല്ലേ? അതായത് മാഷക്കറിയാത്ത വൃക്ഷങ്ങളില്ല, മാഷ് പരാമർശിക്കാത്ത വൃക്ഷങ്ങളും മാഷ കവിതകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വൃക്ഷത്തെ പറ്റി അറിയാത്ത എല്ലാവർക്കും ഇവിടെ കേരളത്തിൽ വളരുന്ന വൃക്ഷങ്ങളെ പറ്റി പഠിക്കാൻ പറ്റുന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹം പരാമർശിക്കാത്ത, ഇവിടെ അദ്ദേഹം പറയുന്നത് തായ് നദിയാണ്. ആരാണ് തായ് നദി? ആ തായ് നദി ആരാണ്? മറ്റാരുമല്ല, ഗംഗയല്ല, ബ്രഹ്മപുത്രയല്ല. അദ്ദേഹം എപ്പോഴും പറയുന്ന യമുനയല്ല, ഒന്നുമല്ല, നമ്മുടെ സ്വന്തം നിളയാണത്. നമ്മുടെ സ്വന്തം നിളയെ പറ്റിയാണ്. കാരണം നിളയുടെ തീരത്താണ് വൈലോപ്പിള്ളി സംസ്കരിക്കപ്പെടുന്നത്, അല്ലേ? വൈലോപ്പിള്ളിയുടെ ചിത ഒരുങ്ങുന്നത് നിളയുടെ തീരത്താണ്. അപ്പം നിള, അന്നത്തെ നിള, പഴയ നിളയും പുതിയ നിളയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം വൈലോപ്പിള്ളി സച്ചിദാനന്ദ മാഷ് ഇവിടെ നടത്തുകയാണ്. കാരണം മെലിഞ്ഞ്, എന്താ പറയുക, ഹേമന്തത്താൽ മെലിഞ്ഞ് കഴിയെല്ലാം ആകെ കൂടി അവശതയായ നിളയാണ് ഇവിടെ, അല്ലേ? അപ്പോൾ ആ കവിതയുടെ അവസാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, താഴുന്നു വെയിൽ തണുപ്പേറുന്നു, ഒടുക്കത്തെ മാവിൽ കൂടണയും ഒറ്റക്കിളി കിളയ്ക്കുന്നു, പവമീ നാടിൻ സ്വർണ്ണക്കിണ്ണമായിരുന്നവൻ ദാനോക്കുവാനിൽ പൂർണ്ണചന്ദ്രനായി ഇവൻ വീണ്ടും. അതായത് മൺമറഞ്ഞു പോയാലും നമ്മളിപ്പോഴും വൈലോപ്പറ്റിയെ പറ്റി പറയുന്നുണ്ട്, അല്ലേ? നമ്മളിപ്പോഴും ചങ്ങമ്പുഴ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറഞ്ഞു പോയാലും വൈലോപ്പിള്ളി മാഷ് കാവ്യ നഭസ്സിലെ പൂർണ്ണചന്ദ്രനായിട്ട് നിലനിൽക്കുമെന്നുള്ളത്
വളരെ വളരെ ശക്തമായിട്ട് തന്നെ കവി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങൾ ഈയിടെയായിട്ട് സത്യാനന്ദ മാഷെ കാണാൻ പോയിരുന്നപ്പോൾ ഞങ്ങൾ ചോദിച്ച ഒരു കാര്യമുണ്ട്, മാഷ എന്തുകൊണ്ട് കവിതകൾ മാത്രം നിർത്തി, എന്തുകൊണ്ട് ഗാനങ്ങൾ എഴുതിയില്ല? മാഷ് പറഞ്ഞു, എൻ്റെ കവിതകൾ ഗസലാക്കപ്പെട്ടിട്ടുണ്ട്, അറിയാമോ? അങ്ങനെ ഒരു ഗസൽ ഉമ്പായി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗസൽ ഗായകൻ പാടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പാട്ട്, കാരണം എൻ്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ ആ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇത് മീറ്ററിലാക്കുന്ന സമയം കൊണ്ട് ഒരു 100 കവിതകൾ എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് പക്ഷേ ONV ഒക്കെ അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ മാഷിക്ക് അതിന് താല്പര്യമില്ല ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ഹരിതം എന്ന് പറയുന്ന സച്ചിദാനന്ദ കവിതയാണ് ഉമ്പായി ഒരു ഗസലാക്കിയിരിക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും അല്ലേ? ഒരു ഞരമ്പിപ്പോഴും പച്ചയായുണ്ടെന്ന ഇല തൻ്റെ ചില്ലയോടോടി, ഇലയൊന്ന് പൊഴിയാതെ ഇപ്പോഴും ബാക്കിയെന്നൊരു ചില്ല കാറ്റിനോടോടി. ഒരു ചില്ല കാറ്റിൽ കുലുങ്ങാതെ നിൽപ്പുണ്ടെന്നൊരു മരം പക്ഷിയോടോടി. ഒരു മരം വെട്ടാതെ ഒരു കോളിൽ കാണുമെന്നൊരു കാട് ഭൂമിയോടോടി. ഒരു പരമ്പരയാണത്, നമ്മുടെ ഇലയുടെ ഞരമ്പിൽ തുടങ്ങിയുള്ള ഒരു പരമ്പര. ഒരു കാട് ഭൂമിയോടോടി, ഒരു കാട് ഭൂമിയിൽ ബാക്കിയുണ്ടെന്നൊരു മല സ്വന്തം സൂര്യനോടോതി. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ കാവ്യ നഭസിലെ ഒരു സൂര്യനാണ് സച്ചിദാനന്ദൻ. കാരണം 5 സൂര്യൻ എന്ന കവിത എഴുതിയ കവിയാണ് അല്ലേ? 5 സൂര്യൻ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിലുള്ള ഒരു ഒരു കവിതയുണ്ട് 5 സൂര്യൻ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു സൂര്യൻ ഈ ഒരു ഗാനം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം, സമയമായി എന്ന് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഉമ്പായി പാടിയത്, ഉമ്പായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഗസൽ ഗായകൻ പാടിയത്, ഒരു സൂര്യനിനിയും കെടാതെയുണ്ടെന്നു ഞാൻ പടരുന്ന രാത്രിയോടോടി. അതു കേട്ട് ഭൂമിതൻ പീഡിതരൊക്കെയും പുലരിയോടൊപ്പം ഉണർന്നു. അവിടെയാണ് അതിജീവനത്തിൻ്റെ ചിത്രം വരുന്നത് അല്ലേ? ഈ ഭൂമിയിലെ പീഡകർക്കായിട്ട് അവരെ ഉണർത്താനായിട്ട് ഈ അഴലിൻ്റെ ഇരുട്ടിൽ, അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിൽ, ഫാസിസത്തിൻ്റെ ഇരുട്ടിൽ ഒരു കവി ഉണർന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന മനോഹരമായ ഒരു പ്രകൃതിയോട് ജീവിതാനുഭവങ്ങളെ സന്നിവേശിപ്പിക്കുന്ന ഒരു കവിതയാണ്. അവർ ഉണർത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് മുമ്പായി പാടിയിട്ടില്ല, അതും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവരുണർന്നപ്പോഴോ പുഴകൾ പാടി വീണ്ടും തളിരിട്ടു കരുണയും കാളും, പുതുസൂര്യൻ മഞ്ഞിൻ്റെ തമ്പുരുമിട്ടിഹാ പുതുതായി വാക്കും മനസ്സും. ഒരു ഞരമ്പിപ്പോഴും പച്ചയായുണ്ടെന്ന് ഇല തൻ്റെ ചില്ലയോടോതി. നമ്മുടെ പച്ച ഞരമ്പ്, കവിതയിലെ ഒരു പച്ച ഞരമ്പ്, പച്ച എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു പച്ച ഞരമ്പായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. പച്ചയുടെ, പ്രകൃതിയുടെ, ജീവിതാനുഭവങ്ങളുടെ, മലയുടെ, പ്രകൃതിയുടെ എല്ലാം കവിയായ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സുഗതകുമാരി പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശവപുഷ്പങ്ങൾ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തന്നാൽ മതി. ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു എന്ന് എഴുതിയ കവിതയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വെറുതെ വിടില്ല എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ടാണ് കാവ്യശിഖ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇറങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി നന്ദി നന്ദി. കാവ്യസമീക്ഷ 3 രണ്ടാമത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സജീവ് കുമാറാണ്. സച്ചിദാനന്ദ കവിതയിലെ മൂല്യപരികൽപ്പന എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സച്ചിദാനന്ദം കാവ്യോത്സവത്തിൽ സച്ചിദാനന്ദ കവിതയിലെ മൂല്യപരികൽപ്പന എന്ന വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമാണെങ്കിലും അത് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നിർവഹിക്കുകയാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളിലേറെ കാലമായി കാവ്യസഭയിൽ ഇടവേളകളില്ലാതെ തുടർന്ന് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന തലത്തിൽ
നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. പ്രാചീന കവികളും ആധുനിക കവികളും സമകാലീന കവികളും അവരവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് കവിതകൾ രചിച്ചിട്ടുണ്ട്. പ്രാചീന കവികളിൽ എഴുത്തച്ഛൻ, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എന്നിവർ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപജീവിച്ച് നടത്തിയ കാവ്യരചനകളിൽ അന്നത്തെ സമൂഹത്തിൽ നടമാടിയിരുന്ന മൂല്യച്യുതി, ധാർമ്മിക പ്രശ്നങ്ങൾ എന്നിവ വിഷയീഭവിച്ചു. സമൂഹത്തെ നല്ല ചിന്താഗതിയിൽ മുന്നോട്ട് ചലിപ്പിക്കുക ആണ് അതിനുവേണ്ടിയാണ് ഭക്തകവികൾ ശ്രമിച്ചത്. ആധുനിക കവികളുടെ കാലഘട്ടത്തിലെത്തുമ്പോൾ ഭരണകർത്താക്കളുടെ ദുഷ്ചെയ്തികൾ, സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ, അടിമത്വം, സ്വാതന്ത്ര്യവാഞ്ച, കൊളോണിയലിസം, സ്വാതന്ത്ര്യ സമരങ്ങൾ, പോരാട്ടങ്ങൾ, വർഗീയ ചേരിതിരിവുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതായി കവിതകൾ മാറി. സ്വാതന്ത്ര്യാനന്തരം പിറന്ന കവിതകളിൽ ആഗോളതലത്തിലും ദേശീയ തലത്തിലും ഉണ്ടായ ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ അഥവാ വ്യക്തിയുടെ അതിജീവന പ്രശ്നങ്ങൾ, പരിസ്ഥിതി, ജനാധിപത്യം, മതനിരപേക്ഷത, വർഗീയ ലഹളകൾക്കെതിരെയുള്ള ആഹ്വാനം, പരിസ്ഥിതി വികസനം, കാലാവസ്ഥാ വ്യതിയാനം, ലിംഗനീതി, നൈതികത, മനുഷ്യസ്നേഹം, പ്രണയം, നൈരാശ്യം, വിജയം, അങ്ങനെ തുടങ്ങി കർഷകരോടുള്ള മമത, ഭരണകൂട അഴിമതി എന്നിങ്ങനെ ധാരാളം വിഷയങ്ങളിൽ പിൽക്കാല അല്ലെങ്കിൽ സമകാലീന കവിത കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ കെ സച്ചിദാനന്ദൻ എന്ന കവി സ്പർശിക്കാത്ത മേഖലകൾ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൽ നടമാടുന്ന വിവിധ മൂല്യച്യുതികൾ ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ഉൽപ്പന്നമായി വളരെ ശ്രദ്ധാപൂർവം കവിതകളെ അദ്ദേഹം അനുവാചകർക്ക് മുമ്പിൽ നിരത്തി വച്ചിട്ടുണ്ട്. പരിസ്ഥിതി വിഷയങ്ങളായിരുന്ന സൈലന്റ് വാലി, ഇവിടെ പലരും നേരത്തെ സൂചിപ്പിച്ചു പോയി, സുഗതകുമാരി ടീച്ചർ അതിൻ്റെ മുന്നിൽ നിന്ന് പോരാടിയ ഒരു കവിയാണ്. അതിനെയൊക്കെ പിൻപറ്റിക്കൊണ്ടും നമ്മുടെ വിലങ്ങൻ കുന്ന്, സച്ചിദാനന്ദൻ്റെ ഒരു കവിത തന്നെയുണ്ട്, വിലങ്ങനിൽ എന്ന് പറയുന്ന കവിതയുണ്ട്. അതുപോലെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ വിഷയങ്ങളിൽ നോക്കുമ്പോൾ സ്നേഹത്തെ നിമന്ത്രണം ചെയ്യുന്ന പനി എന്ന അദ്ദേഹത്തിൻ്റെ കവിതയുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി വിഷയത്തിൽ എടുക്കുകയാണെങ്കിൽ ഏഴിമല നാവിക അക്കാദമിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ രചന വന്നിട്ടുണ്ട്. അങ്ങനെ വീറോടെയും വാശിയോടെയും ചുറ്റുപാടിലെ വർഗീയതയ്ക്കെതിരെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അതുപോലെ സമകാലീന ഭരണകൂടങ്ങളുടെ മനുഷ്യത്വരഹിതമായ പ്രവണതകളെ ചോദ്യം ചെയ്തുകൊണ്ടും കർഷകർക്ക് വേണ്ടിയും, അതായത് വിയർപ്പൊഴുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയും ഉള്ളതായി അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കവിതയിലെ മൂല്യപരികൽപ്പന തിരയാൻ ഈ കവിതകളെ പേർത്തും പരിശോധിക്കേണ്ടതില്ല. സ്ഥാലീപുലാകന്യായേന അത് പറയാവുന്നതേയുള്ളൂ. 6 പതിറ്റാണ്ടിലേറെ അനവധി കവിസമാഹാരങ്ങളായി എഴുതപ്പെട്ട അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിനെല്ലാം മറുപടി തരുന്നതാണ്. ജനാധിപത്യ മൂല്യങ്ങളിലും മനുഷ്യസ്നേഹത്തിലും വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ നിൽക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും കൂടെ നിൽക്കുന്ന ആ കവിതകൾക്ക് മാർക്സിയൻ ദർശനങ്ങളും ഗാന്ധിസവും ഒക്കെ ഉൾച്ചേർന്ന കവിതകളായി കൂടി നമുക്ക് കാണാവുന്നതാണ്. ഇടവേളകളില്ലാതെ വിവിധ മൂല്യ സംരക്ഷണത്തിന് ഉതകുന്ന വിധത്തിൽ കവിതകൾ വരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അസഹിഷ്ണുത മൂലമാണെന്ന് കരുതാനേ തരമുള്ളൂ. മൂല്യബോധമുള്ള ഒരു ജനതയെയും സമൂഹത്തെയും കെട്ടിപ്പടുക്കുവാനും സ്നേഹമന്ത്രണം വഴി വ്യക്തികളെ അടുപ്പിക്കാനും ആ കവിതകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് സവിശേഷതയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവൻ സ്നേഹിച്ചവർ മറ്റാരെയോ സ്നേഹിച്ചു, അവനെ സ്നേഹിച്ചവരോ അവൻ്റെ സ്നേഹം കിട്ടാതെ മരിച്ചു. സ്നേഹത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ മാഷ ഈ വരികളിലൂടെ സ്നേഹം അവിടെ നിലനിൽക്കുന്നുണ്ട്.
ആ സ്നേഹം വ്യക്തികളിലൂടെ കൈമാറുക എന്നുള്ള ഒരു സന്ദേശമാണ് സച്ചിദാനന്ദ മാഷ് ഉയർത്തിയിട്ടുള്ളത്. ഇതാണ് വളരെ ചുരുങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലെ മൂല്യപരികൽപ്പന എന്നുള്ള രീതിയിൽ എനിക്ക് ഏതാനും വാക്കുകൾ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ NV കൃഷ്ണവാര്യർ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ വിവർത്തനം ചെയ്യുന്ന 3 വഴികൾ, കവിത വിവർത്തനം ചെയ്യുന്ന 3 വഴികൾ എന്ന കവിത ഒരു പഠന രൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഏതാനും കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം നടത്താനാണ്. ആ കവിതയിൽ ആ കവിത ഇങ്ങനെയാണ്: മൂലകവിത ചാഞ്ഞും ചെരിഞ്ഞും നെടുകയും കുറുകയും പലകുറി കമ്പോട് കമ്പ് വായിക്കുക. ഭൂപടം പഠിക്കും പോലെ കവിതയിലെ നഗരങ്ങളും ഗ്രാമങ്ങളും കണ്ടെത്തുക. ഓരോ വരിയുടെയും വഴിയിലൂടെ പതുക്കെ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കുക. ഓരോ വാക്കിൻ്റെയും സന്ദർഭം, അർത്ഥം, ധ്വനി, കനം, നിറം, മണം, സംഗീതം, ഓർമ്മ, സ്വപ്നം ഇവ ഓരോന്നിനെയും കുറിച്ച് ധ്യാനിക്കുക. സ്വന്തം ഭാഷയിൽ നിന്ന് വാക്കിന് വാക്ക്, വരിക്ക് വരി, മുഴക്കത്തിന് മുഴക്കം, ഗോപുരത്തിൽ ശില്പങ്ങൾ വയ്ക്കും പോലെ ശ്രദ്ധയോടെ പകരം വയ്ക്കുക. വിവർത്തനം പലകുറി കമ്പോട് കമ്പ് വായിക്കുക. എന്നിട്ട് വരി വരിയായി വാക്കുവാക്കായി ചീന്തി എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുക. രണ്ടാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നു, മൂലകവിത ഒന്ന് ഓടിച്ചു വായിക്കുക. അത് ഏതാണ്ട് മറന്നു എന്നാവുമ്പോൾ ചായക്കോപ്പയിൽ ബാക്കിയാവുന്ന അടിമട്ട് പോലെ ഓർമ്മയിൽ ബാക്കിയാവുന്നത് എഴുതി വയ്ക്കുക. താടി ചൊറിഞ്ഞുകൊണ്ട് അത് ഒരു വട്ടം കൂടി വായിക്കുക. വീണ്ടും ഓർമ്മിച്ചു നോക്കുക. ഇപ്പോൾ ഓർമ്മിച്ചതുകൂടി കൂട്ടിച്ചേർക്കുക. തെരുവിൽ കൊണ്ട് ഉപേക്ഷിച്ച പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ ഓർമ്മകൾ തിരിച്ചു വരുമ്പോൾ അതേ ക്രമത്തിൽ ഭാഗങ്ങൾ വെട്ടിക്കളയുക. എന്നിട്ട് വരിവരിയായി വാക്കുവാക്കായി ചീന്തിയെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുക. കവിതയുടെ അവസാന ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നു, മൂലകവിത വായിക്കാതെ കഴിയുന്നത്ര അകലേക്ക് മാറ്റിവെക്കുക. വാക്കുകൾ തന്നെത്താൻ ഉറകൂടും വരെ നഖം കടിച്ച് ചിന്തിക്കുക. വരികളായി ചിട്ടപ്പെടുത്തുക. നഖം കടിക്കുക, വീണ്ടും തിരുത്തുക. നഖം കടിക്കുക, വീണ്ടും മാറ്റി എഴുതുക. ഇനി മൂലകവിത വായിക്കുക. താൻ എഴുതിയതിന് അതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിക്കുക. എന്നിട്ട് വരിവരിയായി വാക്കുവാക്കായി ചീന്തിയെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുക. ഈ കവിതയ്ക്ക് അദ്ദേഹം പിൻകുറിപ്പായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: അവസാന വരിയിൽ പൊട്ടിച്ചിരിക്കുക എന്നതിന് പകരം പൊട്ടിക്കരയുക എന്നും ആകാം. ചീന്തിക്കളയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മൂലകവിയുടെ പേര് ചേർത്തോ ചേർക്കാതെയോ ഏതെങ്കിലും ആനുകാലികത്തിന് അയച്ച് കരഞ്ഞോ ചിരിച്ചോ കാത്തിരിക്കുകയും ചെയ്യാം. ഇത് അദ്ദേഹത്തിൻ്റെ വിവർത്തനം ചെയ്യുന്ന 3 മാർഗങ്ങൾ എന്ന ഇതിൽ പറഞ്ഞതാണ്. അപ്പം ഇത് ഞങ്ങളുടെ NV കൃഷ്ണവാര്യർ ഗ്രൂപ്പിൽ ഞങ്ങളൊരു പഠന രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അവസാന സ്റ്റാൻസ് കൂടി വായിച്ച് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് 3 വഴികൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ മൂലകവിത വായിക്കാതെ അകലത്തിൽ വെച്ച് പിന്നീട് ചിന്തിച്ച് സമയമെടുത്ത് ഒരു കവിത എഴുതുകയും അതിന് മൂലകവിതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയാണ് അത്. ഈ കവിത ഒരിക്കലും വിവർത്തന കവിത ആകില്ല. അത് കവിയുടെ സ്വന്തം കവിതയായി മാറും. പിൻകുറിപ്പിൽ പൊട്ടിച്ചിരിക്ക് പകരം ആത്മസംതൃപ്തിയുടെ മറ്റൊരാവിഷ്കാരമായ പൊട്ടിക്കരച്ചിലുമാകാമെന്ന് കവി പറയുന്നുണ്ട്. ഉപേക്ഷിക്കാതെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വഴികളിൽ പിറന്ന കവിതകൾ മൂലകവിതയോടൊപ്പം വിവർത്തന കവിതയായി പ്രസിദ്ധീകരണങ്ങൾക്ക് അയക്കാം എന്നും പറയുന്നു. 3ാമത്തെ വഴിയിൽ പിറന്ന കവിത മൂലകവിത ഇല്ലാതെ സ്വന്തം പുതുകവിതയായി ആനുകാലികങ്ങൾക്ക് അയച്ചു കൊടുക്കാം, കാത്തിരിക്കാം. ഈ കവിതയിലൂടെ ഒരു വിവർത്തനം സംഭവിക്കാവുന്ന 3 കാര്യങ്ങളാണ് കെ സച്ചിദാനന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകിൽ വിവർത്തകൻ തൻ്റെ ദൗത്യം കൂലങ്കഷമായി ചെയ്തേക്കാം, അല്ലെങ്കിൽ കർമ്മം കഴിക്കലായി ചെയ്തേക്കാം. അതുമല്ലെങ്കിൽ വിവർത്തനം ചെയ്യാതെ പുതു കവിത രചിക്കുകയും ചെയ്തേക്കാം. എന്തായാലും ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ വായനക്കാരൻ ചിന്തിക്കുന്നു, ചില ഉൾക്കാഴ്ചകൾ പകർന്നു കിട്ടുന്നു. കവിത എഴുതാൻ ശ്രമിക്കുന്നവർക്കും ചില എഴുത്തുയുക്തികൾ ഈ കവിത പ്രദാനം ചെയ്യുന്നു. മൂല്യപരികൽപ്പനയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ ഇതിൽ സത്യസന്ധമായ കവിത വിവർത്തനം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാവ്യ സമീക്ഷ 3 നന്ദി പറയുന്നതിനായി ശ്രീമതി ശ്രീലശ്രീ ടീച്ചറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. NV ടീം ഒരുപാട് നാളായിട്ട് ശ്രമകരമായി തയ്യാറാക്കിയ പ്രബന്ധങ്ങൾ ഇവിടെ ഡോക്ടർ സജീവ്
ജയറാം മാഷ് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സ്വാഗതം പറഞ്ഞ രേഖ, അധ്യക്ഷത വഹിച്ച ദീപ്ന, അവർക്ക് നന്ദി പറയുന്നു. പ്രബന്ധം അവതരിപ്പിച്ച ജയറാം മാഷ്, സജീവ്, ഡോക്ടർ സജീവ്, അദ്ദേഹത്തിനും നന്ദി പറയുന്നു. കൂടാതെ ഏറെ ശ്രദ്ധയോടുകൂടി ഈ പ്രബന്ധാവതരണത്തെ ആസ്വദിക്കുകയും ആവാഹിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ NV ടീം കാവിശികയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ കാവിശിക എന്ന ആ ഒരു പദത്തിൻ്റെ മനോഹാരിത ശരിക്കും ഇപ്പോൾ ഈ വേദിയിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് വളരെ ബോധ്യപ്പെട്ടത്. ശിഖ എന്ന് പറയുമ്പോൾ അതിൽ ഇലകളുണ്ട്, തളിരുണ്ട്, പൂക്കളുണ്ട്, വന്നിരിക്കുന്ന കിളികളുണ്ട്. ശിഖ മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. ശിഖ ഒരു വൃക്ഷത്തിൻ്റെ ഭാഗമാണ്. വൃക്ഷത്തിൻ്റെ നമ്മൾ കാണുന്നില്ലെങ്കിലും അതിൻ്റെ അടിവേരുകൾ, അതിശക്തമായ അടിവേരുകൾ, ഈ ഒരു വൃക്ഷത്തിൻ്റെ പ്രതലമായി നിൽക്കുന്ന ആകാശം, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന എത്ര മനോഹരമായിട്ടുള്ളൊരു പദമാണ് കാവിശിക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ, അതിലൂടെ നടക്കുന്ന ഒരു ചെറിയ എറുമ്പായിട്ടായാലും എനിക്ക് വളരെ അഭിമാനമുണ്ട്. വളരെ വളരെ അഭിമാനമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.